എപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നുവോ, എപ്പോൾ നമ്മുടെ ബിസിനസ്സിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നുവോ, എപ്പോൾ നമ്മുടെ ടീമിനെ നമുക്ക് കൃത്യമായിട്ട് നയിക്കാൻ പറ്റുന്നില്ലയോ, എവിടെങ്കിലും ഒരു ബ്ലോക്ക് വരുന്നോ, ഈ ട്രയാങ്കിൾ എടുക്കുക, അതിലേക്ക് നോക്കുക. എനിക്ക് എൻ്റെ ടീമിൻ്റെ നൈസ് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അപ്പോൾ അവിടെ നോക്കണം, ആ എംപ്ലോയി ആയിട്ട് എന്താ പ്രശ്നം? അവൻ്റെ നൈസ് ഞാൻ അറിഞ്ഞില്ലേ? അതോ അവൻ്റെ ബേസിക് നീഡ്സ് ആയിരുന്നു? അതോ ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ടടുത്ത് റിയാക്ട് ചെയ്തതായിരുന്നോ പ്രശ്നം? അതോ ഇനി എനിക്കൊരു സ്ട്രോങ് വിഷൻ ഇല്ലാത്തത് കൊണ്ടാണോ? ഇനി അതല്ല, ഇവിടെ ഒരു കൾച്ചർ ഇല്ലാത്തത് കൊണ്ടാണോ എനിക്ക് സ്ട്രോങ് ആളുകളെ കൂടെ നിർത്താൻ പറ്റാത്തത്? എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ ടീമിനെ കൃത്യമായി കോച്ച് ചെയ്യാത്തതാണോ പ്രശ്നം? ട്രെയിനിങ് കൊടുക്കാൻ പറ്റാത്തതാണോ പ്രശ്നം? ആ മെൻറ്ററിങ് ആണോ തെറ്റിപ്പോയത്? അതല്ല, കോമ്പൻസേഷനിലാണോ തെറ്റിയത്? അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ആ സെർട്ടനിറ്റി, അഷുറൻസ് കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ലേ? റെയിനി ഡേ ഫണ്ടായിരുന്നു, അത് വേണമായിരുന്നു, അത് ഞാൻ സെറ്റ് ചെയ്തില്ല, ഞാൻ കൊടുത്തില്ല. അല്ലെങ്കിൽ ഞാൻ കൊടുത്തു, അത് 10 പേരോട് പറഞ്ഞാൽ ഞാൻ കൊടുത്തു, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് അവർ വിട്ടുപോയത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവർ ഡീമോട്ടിവേറ്റഡ് ആയത്, അതുകൊണ്ടാണ് ഇപ്പോൾ അവർ പെർഫോം ചെയ്യാത്തത്. ഇനി അതല്ല, സിസ്റ്റം ഡു ഓവേഴ്സ് കൂടി വരുന്നു. ഒരേ കാര്യം ഞാൻ വീണ്ടും ചെയ്യേണ്ടി വരുന്നു, ഞാനായാലും എൻ്റെ സ്റ്റാഫായാലും. കാരണം സിസ്റ്റം ഇല്ലാത്തത്, അതാണോ എൻ്റെ പ്രശ്നം? സോ നിങ്ങളുടെ ബിസിനസ്സിലെ ടീം റിലേറ്റഡ് എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ, ജസ്റ്റ് ലുക്ക് അറ്റ് ടീം ബിൽഡിംഗ് ട്രയാങ്കിൾ.